ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ ഉദ്ഗ്രഥനം 2 ഇൻ്റഗ്രേറ്റ് 2 കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഓണപരീക്ഷ ഫസ്റ്റ് ടേം ഇവാലുവേഷൻ 2023-24 അധ്യയന വർഷത്തിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നതെന്നും എങ്ങനെയെല്ലാമാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതുമെന്നും നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. പ്രവർത്തനം 6 ആക്ടിവിറ്റി 6. അപ്പോൾ ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തനം 6 സ്വപ്ന വീട് ഡ്രീം ഹൗസ്. ആദിഷിൻ്റെ വീടുപണി നടക്കുകയാണ്. ആദിഷ് വരച്ച വീടിൻ്റെ ചിത്രം നോക്കും. അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. രൂപങ്ങൾ എണ്ണി എഴുതാം. ത്രികോണം, വട്ടം, ചതുരം. അപ്പോൾ അത് എത്ര എണ്ണമാണ് ആ ചിത്രത്തിലുള്ളത് എണ്ണി നോക്കിയിട്ട് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ത്രികോണം എത്ര എണ്ണമാണ് എണ്ണി നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6 എന്നവിടെ എഴുതുക. വട്ടം സർക്കിൾ എത്ര എണ്ണമാണ് 1, 2, 3, 4, 5, 6. ഇനി ചതുരം എത്ര എണ്ണ സ്ക്വയർ 7 എണ്ണമാണുള്ളത്. അപ്പോൾ കൂട്ടുകാർ എണ്ണി നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആക്ടിവിറ്റി 6. The house constructed of Adarsh is going on. Look at the picture of the house drawn by Adarsh. അപ്പോൾ അവിടെ പിക്ചർ വന്നിട്ടുണ്ട്. അത് കൗണ്ട് ദ ഷേപ്സ് ആൻഡ് റൈറ്റ്. ഷേപ്സ് കൗണ്ട് ചെയ്തതിന് ശേഷം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രയാങ്കിൾ 6, സർക്കിൾ 6 ആൻഡ് സ്ക്വയർ 7. ഇനി അടുത്ത ചോദ്യം അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ത്രികോണം, വട്ടം, ചതുരം എന്നീ രൂപങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരക്കാം. അപ്പോൾ ഇതുപോലെയുള്ളൊരു ചിത്രം ത്രികോണം, അതായത് ഡ്രോ അനദർ പിക്ചർ യൂസിങ് ദി ഷേപ്സ് ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ. ഈ 3 ഷേപ്പുകളും ഉപയോഗിച്ച് മേലെ തന്നിരിക്കുന്ന ചിത്രം പോലെ ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇനി പ്രവർത്തനം 7 ഗൃഹപ്രവേശനം ആക്ടിവിറ്റി 7 ഹൗസ് വാമിംഗ്. വീടൊരുങ്ങി. 2023 സെപ്റ്റംബർ 10-നാണ് ഗൃഹപ്രവേശനം. കലണ്ടർ നോക്കി ഗൃഹപ്രവേശന ദിവസം കണ്ടുപിടിക്കാം. 2023 സെപ്റ്റംബർ. ഇവിടെ ഒരു സെപ്റ്റംബർ മാസത്തിലെ 2023 ഒരു കലണ്ടറിൻ്റെ കൊടുത്തിട്ടുണ്ട്. കലണ്ടറിൽ വിട്ടുപോയ തീയതികൾ പൂരിപ്പിക്കൂ. ഗൃഹപ്രവേശനം ഏത് ദിവസമാണ്? അപ്പോൾ ഹൗസ് വാമിംഗ്. ദ ഹൗസ് ഈസ് റെഡി. ദ ഹൗസ് വാമിംഗ് വിൽ ബി ഓൺ 2023 September 10. ലെറ്റ്സ് find out the housewarming date from the calendar. Fill the missing date in the calendar. അപ്പോൾ ഇങ്ങനെയാണത് ഡേറ്റ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 5, 6, 12, 13. അതുപോലെ തന്നെ ഹൗസ് വാമിംഗ് ദിവസം ഞായറാഴ്ചയാണ്. ഇനി അടുത്ത ചോദ്യം 2023 സെപ്റ്റംബറിൽ എത്ര തിങ്കളാഴ്ചകളുണ്ട്? തീയതികൾ ഏതൊക്കെ? 4 തിങ്കളാഴ്ചയാണുള്ളത്. ആ കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാകും. 4, 11, 18, 25 എന്നിവയാണ്. ഇനി അടുത്തത് കലണ്ടർ നോക്കി സംഖ്യാ പാറ്റേൺ തയ്യാറാക്കും. അപ്പോൾ കൂട്ടുകാർക്ക് സംഖ്യാ പാറ്റേൺ ഒക്കെ അറിയുന്നുണ്ടാകും. അപ്പോൾ അതുപോലെ ഒരു പാറ്റേൺ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കലണ്ടർ നോക്കിയിട്ട്. അപ്പോൾ അവിടെ 3, 10 എന്ന് ഓർത്തിട്ടുണ്ട്. അപ്പോൾ 17, 24, അതുപോലെ തന്നെ 7, 13, 19, 25. അപ്പോൾ നമുക്കിങ്ങനെ സംഖ്യാ പാറ്റേൺ തയ്യാറാക്കാവുന്നതാണ്. പ്രവർത്തനം 8 ക്ഷണക്കത്ത്. ആദിഷിൻ്റെ വീട് പണി പൂർത്തിയായി. ഗൃഹപ്രവേശനത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം. ക്ഷണിക്കാനുള്ള കത്ത് തയ്യാറാക്കും. അപ്പോൾ ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കത്ത് എഴുതി നോക്കാം. കൂട്ടുകാരെ, ഞാൻ പുതുതായി പണി കഴിച്ച എൻ്റെ പ്രസാദം എന്ന വീടിൻ്റെ ഗൃഹപ്രവേശനം 2023 സെപ്റ്റംബർ 10 ഞായറാഴ്ചയാണ്. അപ്പം ഡേറ്റൊക്കെ നമുക്ക് ചോദ്യപേപ്പറിൽ തരുന്നതാണ്. അന്നേ ദിവസം രാവിലെ 10-നും 2-നും മധ്യേ നടക്കുന്ന ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും ക്ഷണിക്കുന്നു. സ്നേഹപൂർവ്വം ആദിഷ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു കത്ത് തയ്യാറാക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം 9 വീടൊരുക്കിയവർ. ആദിഷിൻ്റെ വീട് സ്വപ്ന വീട്. കൂട്ടുകാരെല്ലാം വീട് കണ്ടു. വീടൊരുക്കിയവർ ആരൊക്കെ? വീടുമായി ബന്ധപ്പെട്ട തൊഴിലുകളെ വീടുമായി വരച്ച് യോജിപ്പിക്കും. അപ്പോൾ അവിടെ കുറച്ച് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വീടുമായി ബന്ധപ്പെട്ടത് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ യോജിപ്പിച്ചിരിക്കുന്നത് വീടുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കിയുള്ളത് പോലീസ്, അതുപോലെ തന്നെ കുട്ടിയെ നോക്കുന്നത്, അതുപോലെ തന്നെ ഡോക്ടർ, അവരൊന്നും വീടുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവരല്ല. ഇനി അടുത്തത് കൃഷിയുമായി ബന്ധപ്പെട്ട 2 തൊഴിലുകൾ എഴുതുക. അപ്പോൾ കൃഷിയുമായി നമുക്ക് ഏതൊക്കെ എഴുതാം? വിത്ത് പാകുക, നെല്ല് കൊയ്യുക എന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി പ്രവർത്തനം 10 കടങ്കഥ. കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതു. 1 1000 കുഞ്ഞുങ്ങൾക്ക് ഒരരഞ്ഞാൻ. ഉത്തരം ചൂല്. 2 കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഉത്തരം കുട. 3 വായില്ല നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്. ഉത്തരം ചിരവ. അപ്പോൾ ഇതുപോലെ കടങ്കഥകൾക്ക് ഉത്തരം എഴുതണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആകാശം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കൂ, എഴുതൂ. ആകാശം എന്നത് ഉത്തരമായി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആരാലും അടിക്കാത്ത മുറ്റം. ഉത്തരം
ആകാശമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം ഇൻ്റഗ്രേഷൻ ഡേ 2 ഉദ്ഗ്രഥനം 2-ാം ദിവസം എന്ന് പറയുന്ന ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.